ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളാണ് നിങ്ങളെക്കുറിച്ചുള്ള. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കാം. ജഡ്ജ്മെൻറ്റ് കാർഡാണ് നമുക്ക് ഓവറോൾ എനർജിയിൽ വന്നിരിക്കുന്നത്. ഇനി അവരുടെ രാത്രികാല ചിന്തകൾ നിങ്ങളെക്കുറിച്ചുള്ള എന്താണെന്നുള്ളത് നോക്കാം. സെവൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് നമുക്ക് രാത്രികാല ചിന്തകളായിട്ട് വന്നിരിക്കുന്നത്. മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്നലെയും നമ്മൾ കാർഡ് എടുത്ത സമയത്ത് നമുക്ക് വന്നിരുന്നു ഇത് തന്നെയാണ്, ജഡ്ജ്മെൻറ്റ് കാർഡ് തന്നെയാണ് ഇന്നലെയും വന്നത്. അതുപോലെ ഇന്നലെ മാസ്റ്റർ ഡെക്കായിട്ട് വന്നത് 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്നലെയും നമുക്ക് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നതും 8 ഓഫ് വാൻസിൻ്റെ എനർജി തന്നെയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. അപ്പോൾ ഇന്നും അത് തന്നെയായിരുന്നു കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ രാത്രികാല ചിന്തകൾ എന്ന് പറയുന്നത് വലിയൊരു നഷ്ടബോധമാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വലിയൊരു നഷ്ടബോധത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നാണ് കാണുന്നത്. തിരിച്ചറിവുകൾ കിട്ടിയ ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് കാണുന്നത്. കുറേ പാഠങ്ങൾ പഠിച്ചു, ഒരുപാട് ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്ത, ഒരുപാട് തകർന്ന സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരുപാട് തിരിച്ചറിവുകൾ ഇപ്പോൾ ലഭിച്ച ഒരു വ്യക്തിയുടെ എനർജി. അപ്പോൾ അവർക്കിപ്പോൾ നിങ്ങളെ അരികിലേക്ക് പെട്ടെന്ന് ഓടി വരണം എന്നുള്ള ഒരു മൈൻഡിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. എത്രയും പെട്ടെന്നായിരിക്കണം, നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാൻ അവർക്ക് തിടുക്കമായി എന്നുള്ള ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം. എംപ്രസ് എനർജിയാണ് ഈ ഒരു സമയത്ത്. ഒരുപാട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ അതുപോലെ നിന്നിരുന്ന ഒരു വ്യക്തി, എംപ്രസ് പോലെ, അതായത് ഒരു വൈഫിനെ പോലെ, ഒരു ഹസ്ബൻഡ് പോലെ ഒക്കെയാണ് നിങ്ങൾ അവർക്ക്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അത്രത്തോളം അവർക്കൊരു സപ്പോർട്ടായിരുന്നു. നിങ്ങൾ അത്രത്തോളം കെയറിങ്ങും സപ്പോർട്ടും, ഒരു പാരൻസ് എങ്ങനെയായിരുന്നോ കുട്ടികളെ നോക്കുന്നത് അതുപോലെ നിങ്ങൾ കൊണ്ട് നടന്ന വ്യക്തികളാണെന്ന് അവർ തിരിച്ചറിയുന്നു ഈ ഒരു സമയത്ത്. നിങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളും ആ ഒരു സ്ഥാനത്ത് വരില്ല എന്നുള്ളത്, ആ ഒരു കാര്യം അവർക്ക് മനസ്സിലായി. ചാരിയറ്റാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളിലേക്ക് വരണം, ഈ ഒറ്റൊരു ചിന്ത മാത്രമേ ഇപ്പോൾ അവരുടെ മനസ്സിലുള്ളൂ. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് വരണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ ഒരു ക്ലാരിറ്റി തരാത്ത രീതിയിലായിരിക്കണം ഈ ഒരു ബന്ധം പോയിരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഒരു വ്യക്തത ഇല്ലാത്ത രീതിയിലായിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു വ്യക്തത നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു, ഒരു വ്യക്തത നിങ്ങൾക്ക് തരണമെന്ന് ആൾ ആഗ്രഹിച്ച് തന്നെയാണ് വരുന്നത്. ഇവിടെയും വന്നിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ് കാർഡാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഇതിൽ യൂണിവേഴ്സ് ഇടപെട്ടതുകൊണ്ടാണ് ഒരുപാട് മാറ്റം നിങ്ങളുടെ വ്യക്തിയിൽ വന്നു തുടങ്ങിയത് തന്നെ. നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സ് കേട്ടതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അത്രയും ഒരുപാട് നിങ്ങൾ ജെന്യൂനായിട്ട് നിന്നൊരു വ്യക്തിയാണ്. ഒരുപാട് നിങ്ങൾ ആ ഒരു നീതിക്ക് വേണ്ടി നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് നിന്നതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ്, ആ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇത്രയും തിരിച്ചറിവ് ഉണ്ടായത് തന്നെ. ഇപ്പോൾ എല്ലാവർക്കും ഇത് കണക്റ്റ് ആവില്ല. ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സ് കേട്ടിരിക്കുന്നു എന്നതാണ് കാണുന്നത്. ഇവിടെ കണ്ടോ, മെജീഷ്യൻ എനർജിയെ കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ഇനി എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും നിങ്ങളെ നേടിയെടുക്കാൻ ഏതറ്റം വരെ പോകാനും ഇപ്പോൾ റെഡിയാണെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. കാരണം അവരുടെ കരിയറിലൊക്കെ കുറേ പ്രശ്നമുള്ളതായിട്ട് കാണുന്നുണ്ട്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. ഇപ്പോൾ ഒരുപാട് നഷ്ടങ്ങളാണ് അവരുടെ ജീവിതത്തിൽ, ഒരുപാട് നഷ്ടങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നേടിയെടുക്കണം. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങളെയും കൂടി നേടിയെടുക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അവരായിട്ട് തന്നെ ഒഴിവാക്കിയ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം.
നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയതായിരിക്കാം. എങ്ങനെയായാലും അവരായിട്ട് ഇവിടെ കണ്ടോ 7 നല്ല രീതിയിൽ പോയ ഒരു കണക്ഷനായിരുന്നു. അവരായിട്ട് തന്നെയാണ് ഈ ഒരു ബന്ധം ഇല്ലാണ്ടാക്കിയത്. അപ്പോൾ അവരായിട്ട് തന്നെ ഈ ഒരു ബന്ധത്തെ ഒന്നിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടെങ്കിലും നിങ്ങളെ വീണ്ടും നിങ്ങളെ അവരുടെ ലൈഫിൽ തന്നെ തിരിച്ചെത്തിക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നു. അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ആൾ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിനോടൊക്കെ. ഇതൊക്കെയാണ് കാണുന്നത്. ഭയങ്കരമായിട്ടുള്ള ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തി കേട്ടോ. ഭയങ്കര വേദനാജനകമായ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇതിൽ മൂന്നാമതൊരു വ്യക്തിയാണ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു തേർഡ് പാർട്ടി ഇതിനകത്തുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിടയിൽ അതിശക്തമായ ഒരു തേർഡ് പാർട്ടി ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഫാമിലി ആകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതൊരു വ്യക്തിയാകാം, ഫാമിലി ആകാം. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു ബാലൻസ് ആവശ്യമാണ്. കാരണം നിങ്ങളെ എങ്ങനെയായാലും ആൾക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല. അപ്പോൾ ഫാമിലിയെയും ഒഴിവാക്കാൻ പറ്റില്ല, നിങ്ങളെയും ഒഴിവാക്കാൻ പറ്റില്ല. ഇവിടെ രണ്ടും വേണം. അതുപോലെ തന്നെ ആളുടെ കരിയറിനെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാൻ പറ്റില്ല. എന്നാൽ കരിയറിലേക്ക് ആൾ ഫോക്കസ് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങളും വേണം. അതുപോലെ തന്നെ ഇവിടെ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലെല്ലാം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തിയായിട്ടും കാണുന്നുണ്ട് ഈ ഒരു സമയം. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇനി എന്തൊക്കെ ആളുടെ ലൈഫിൽ ഇല്ലെങ്കിലും നിങ്ങളെ വേണം ആൾക്ക് എന്നതാണ് മെയിനായിട്ട് കാണുന്നത്. പക്ഷേ ആൾക്കൊരു സീക്രട്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ ആൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. പക്ഷേ ഇതിനൊരു ക്ലാരിറ്റി ഈ ഒരു വ്യക്തി തരും. എന്താണോ ആൾ ഇത്രയും നാൾ ഹൈഡ് ചെയ്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാത്ത രീതിയിലായിരിക്കണം ഈ ഒരു ബന്ധം പോയിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫെമിനിൻ എനർജിയാണ് കാണുന്നത് കേട്ടോ. ഒരു ഫെമിനിൻ എനർജിയാണ്, ഒരു സ്ത്രീയാണ് ഇതിന് അവർ കൂടുതലായിട്ടും ആ ഒരു സീക്രട്സ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഒരു സ്ത്രീ എന്ന ഇതിവിടെ മെയിനായിട്ട് കാണുന്നുണ്ട്. ചില തേർഡ് പാർട്ടി കണക്ഷനുള്ള വ്യക്തിയാണിത്. തേർഡ് പാർട്ടി ഉണ്ട് ഇതിനകത്ത്. അതൊരു ഫെമിനിൻ എനർജി ആയിട്ടാണ് മെയിനായിട്ട് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി അതിനുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് തരും. നിങ്ങൾക്കത് അറിയില്ല എന്നുള്ളത് ആണെങ്കിൽ, നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആൾ തന്നെ നിങ്ങളുടെ അടുത്ത് ഇത് പറയും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ആൾ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് കുത്തി നോവിച്ച ഒരു വ്യക്തിയാണ്. ഒരുപാട് നിങ്ങളെ തള്ളിപ്പറഞ്ഞൊരു വ്യക്തിയാണ്. ഒരുപാട് നിങ്ങളെ വഴക്കുണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ. ഒരുപാട് നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് കാണുന്നത് ഒരു സ്ത്രീയാണ് കേട്ടോ. ഇതിനെല്ലാം കാരണം ഒരു സ്ത്രീയാണെന്നാണ് ഇതിൽ മെയിനായിട്ട് കാണുന്നത്. ആ സ്ത്രീയാണ് ഇത്രയും നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കി തന്നെ ആ ഒരു സ്ത്രീയാണ്. കുറച്ച് പേർക്ക്, ഒരു 10% പേർക്ക് മാത്രം അങ്ങനെ കാണുന്നുണ്ട്. അല്ലാത്തവർക്ക് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു വിലയും തരാത്ത രീതിയിൽ ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളതും നമുക്കിവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാത്തിനും ആൾക്ക് ഒരു ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും ഒക്കെ ലഭിക്കുന്നത് നിങ്ങൾ ആളുടെ കൂടെയുള്ളപ്പോഴാണ്. അതുകൊണ്ടാണ് ആൾക്ക് തിരിച്ചു വരാൻ ഒരാഗ്രഹം. കാരണം എന്ത് സിറ്റുവേഷനിലായാലും അവിടെ നിങ്ങളെ തന്നെയാണ് ആളുടെ ചിന്താഗതി. രാത്രിയിലൊക്കെ ഒരുപാട് നിങ്ങളെ ഇത് കണ്ടോ, ഒരു തീരുമാനം എടുക്കാൻ നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് അവർ കേട്ടോ. പക്ഷേ നല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഫൈറ്റ് നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും ഈ ഒരു വ്യക്തി ഇവിടെ സ്നേഹം എന്ന് പറയുന്നത് അതിര് കടന്ന, അല്ലെങ്കിൽ അതിര് കവിഞ്ഞ ഒരു സ്നേഹം ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്തുള്ളതായിട്ടാണ് കാണുന്നത്. നല്ല ഈഗോ ഉള്ള വ്യക്തിയാണ്. എന്നാൽ പോലും ഈ ഒരു സമയത്ത് അതൊക്കെ മാറ്റിവെച്ചാണ് ഈ ഒരു സമയം നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ആൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിലൊരു ബാലൻസ് വേണമെന്നുള്ളതാണ് ആളുടെ വലിയൊരു ആഗ്രഹം. അപ്പോൾ ഒരു ബാലൻസ് വരുത്താൻ തന്നെയാണ് ആളുടെ ശ്രമവും തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഇവിടെ ടവർ ഉണ്ട്. അപ്പോൾ ഇതൊരു 5-6 മാസം ആയി കാണും ചിലപ്പോൾ ഈ പ്രശ്നം തുടങ്ങിയിട്ട്. കുറച്ച് പേർക്ക് ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടുണ്ട് ഇതെന്ന് കാണുന്നുണ്ട് കേട്ടോ. ഈ പ്രശ്നം തുടങ്ങിയിട്ട് തന്നെ കുറച്ച് മാസങ്ങളായിട്ടുണ്ട് എന്നും കാണുന്നുണ്ട്. എങ്ങനെയായാലും ഈ ഒരു പ്രശ്നം ഇത് ടവറാണ്. പക്ഷേ ഇതൊരു റീബർത്തിലേക്കാണ് ഈ ഒരു വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്കിനി വരാൻ പോകുന്ന ഒരു റീബർത്താണ്. അതായത് ഈ ഒരു തകർച്ചയുടെ കാലാവധി കഴിയാറാകാൻ പോകുന്നു, ഒത്തുതീർപ്പിലേക്ക് വരാൻ പോകുന്നു കേട്ടോ. എങ്ങനെയായാലും
ജൂലൈ മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം, ഡാൻസ് അറിയുന്നവരായിരിക്കാം. ഐ ആണ് വന്നിരിക്കുന്നത്, എസ് കിട്ടിയിട്ടുണ്ട്. ലോയർ ആയിരിക്കാം, തിരുവനന്തപുരം, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ, സോഷ്യൽ വർക്കറായിരിക്കാം, ഓഗസ്റ്റ് മാസം, ഉത്രാടം, ലെറ്റർ ഇ ആണ് വന്നിരിക്കുന്നത്, ബ്യൂട്ടീഷ്യൻ, ലെറ്റർ ബി ആണ് വന്നിരിക്കുന്നത്, മാർച്ച് മാസം, കാർത്തിക, 40, 20, പൂയം നക്ഷത്രം, ലെറ്റർ എൽ ആണ് വന്നിരിക്കുന്നത്, കാസർഗോഡ്, നവംബർ, ഡിസംബർ, ലെറ്റർ വി ആണ് വന്നിരിക്കുന്നത്, ഭരണി നക്ഷത്രം, എൻ ആണ്, ലെറ്റർ എൻ, മകൻ നക്ഷത്രം, ലെറ്റർ എച്ച് ആണ്, സ്റ്റുഡൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ഡബ്ല്യു എന്ന് എഴുതിയിട്ടുണ്ട്, യു, ക്യൂ ആണ്. വൈറ്റ് ബട്ടർഫ്ലൈസിനെ നിങ്ങൾ ഈ ഒരു സമയം കാണുന്നുണ്ടാകാം. ഫെബ്രുവരി, ഉത്രട്ടാതി, തിരുവാതിര, കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം, ചോതി നക്ഷത്രം, ജനുവരി, ആർട്ടിസ്റ്റ് ആയിരിക്കാം, വൈറ്റ് കളർ, യെല്ലോ കളർ, തിരുവാതിര, ബ്ലാക്ക് കളർ, 27, 22 ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്